ഹായ് ഗേസ്, നിതീഷാണേ. വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ചങ്ക പറഞ്ഞു വീട്ടിലിരുന്ന് മടുത്തു, എവിടെയെങ്കിലും ഔട്ടിങ് പോകാമെന്ന് പറഞ്ഞു. അവന് ഒറ്റ ഡിമാൻഡ് ഉണ്ടായിരുന്നു, നല്ല പച്ചപ്പും തണുപ്പും മലയും കാടൊക്കെ ഉള്ള ഒരു ഏതെങ്കിലും സ്ഥലമാണെന്ന് അവൻ പറഞ്ഞത്. റാണിപുരം നല്ല പച്ചപ്പും നല്ല കോടയും മലയും കുന്നും എല്ലാം ആയിട്ടുള്ളൊരു നല്ല സ്ഥലമാണ്. ആർക്കായാലും ഈ സ്ഥലം എന്തായാലും ഇഷ്ടപ്പെടും. മഴക്കാലത്തെല്ലാം മസ്റ്റായിട്ട് വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ റാണിപുരം എത്തി. അവസാനം ഈ ജീപ്പ് കണ്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട കേസ്, ട്രക്കിംഗ് ഒന്നല്ല, ഈ മലയാണ്. മല കയറണം, മല നമ്മൾ നടന്നു തന്നെ കയറണം, എന്നാലേ അതിൻ്റേതായ വൈബ് നമുക്ക് കിട്ടും. അങ്ങനെ മുകളിലേക്ക് നമ്മൾ അങ്ങനെ ഞാൻ ചെന്ന് നടന്ന് കയറുകയാണ്. ഒരുപാട് ഇളകി, കൊടുക്കത്തെ കയറ്റാണ്. നടന്ന് സൈഡ് ഈ വരിയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് സമാധാനം പിടിച്ച് കയറാൻ പറ്റും. ഏകദേശം വ്യൂ പോയിൻറ്റിലേക്ക് എത്താൻ ഒരു 2.5 കിലോമീറ്ററെങ്കിലും പോകേണ്ടി വരും. പക്ഷെ നമ്മൾ ഓൾറെഡി ലേറ്റായിട്ടാണ് നമ്മൾ വന്നത്, അതുകൊണ്ട് തന്നെ വ്യൂ പോയിൻറ്റിലേക്ക് എത്താൻ പറ്റില്ല. തൽക്കാലം എവിടെ വരെ എത്തുന്ന അവിടെ വരെ നടക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് 1 കിലോമീറ്റർ നടന്ന് പുൽമേടെത്തി. പിന്നെ അതിൻ്റെ ഒരു ഹാപ്പിനെസ് ചങ്ക് കാണിക്കുന്നത്. എങ്ങോട്ടാണ് വല്ലാത്ത വ്യൂ ആണ്. ഫുള്ള് കോടമഞ്ഞ് നോക്കിയ പച്ചപ്പും നല്ല രസമുള്ള പുൽമേടാണ്. നല്ല രസമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ കുറച്ച് ലേറ്റായി നമുക്ക് വരാൻ വേണ്ടിയിട്ട്. നല്ല കോടൊക്കെ ഇറങ്ങി നല്ല തണുപ്പൊക്കെ നമ്മൾ ഇങ്ങനെ വന്നിട്ട് അടിക്കാൻ തുടങ്ങിയിരുന്നു. നല്ല കോടൊക്കെ വന്നിട്ട് ഓൾറെഡി നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് അധികം സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് വീഡിയോസ് എടുത്ത് നമ്മൾ കുറച്ച് അവിടെ എൻജോയ് ചെയ്തിട്ട് പെട്ടെന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യൂ പോയിൻറ്റിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. മസ്റ്റായിട്ട് 1 ടൈമെങ്കിലും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണിത്. നല്ലൊരു വൈബ് സ്ഥലമാണ്. നല്ലൊരു സമാധാന അന്തരീക്ഷം കിട്ടുന്ന സ്ഥലമാണ്. പിന്നെ കുറച്ച് അങ്ങനെ വൈബൊക്കെ ആസ്വദിച്ച് ചങ്കിന് നല്ല ആഗ്രഹമായിരുന്നു. മറ്റേ ഷാറുഖ് ഖാനെ പോലെയാണ് കൈ ഉയർത്തി കാണിച്ച് മുന്നേ ചെയ്ത് ഭയങ്കര ഫ്ലോപ്പായിരുന്നു. അവനെ അവസാനം കുറച്ച് ഓക്കെ ആക്കി ഗൈസ്. അതിൻ്റെ ഒരു സന്തോഷം അവൻ്റെ ഭാഗത്തുണ്ട്. അപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴ ചാറ്റൽ തുടങ്ങി. അതുകൊണ്ട് നമ്മൾ അധികം സമയം നിൽക്കാൻ പറ്റില്ല. അപ്പോഴേക്കും ടൈമായി ഗൈസ്, നമുക്ക് താഴോട്ട് ഇറങ്ങാൻ ടൈമായി. വ്യൂ പോയിന്റിലൊക്കെ നിർത്താൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് ഇരുന്ന് സംസാരിച്ച് വൈബ് എടുത്ത് ടൈമായതുകൊണ്ട് അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല. മഴയിലായതുകൊണ്ട് കുറച്ച് വീഡിയോ എടുക്കാം. ശരി ഗൈസ്, അടുത്ത വീഡിയോ എടുക്കാം.